പിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിന്റെ ഭൂമി ഏറ്റെടുക്കൽ സർക്കാർ നിശ്ചയിച്ച പ്രകാരം പൂർത്തിയാക്കാൻ ഇടയില്ല. 2025 മാർച്ച് 30-ന് മുൻപ് ഏറ്റെടുക്കൽ പൂർത്തിയാക്കണമെന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ കെട്ടിടങ്ങളുടെ കാലപ്പഴക്കം കണക്കാക്കി മൂല്യം കുറയ്ക്കണമെന്ന ഉത്തരവ് നിർബന്ധമായും പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയതാണ് സ്ഥലം ഏറ്റെടുപ്പ് വൈകാൻ കാരണം. ഭൂമിയുടെയും കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ള നിർമ്മിതികളുടെയും മൂല്യം നിർണ്ണയിച്ച് നഷ്ടപരിഹാര തുക അനുവദിക്കാനുള്ള ഘട്ടം വരെ എത്തിയെങ്കിലും സംസ്ഥാന സർക്കാരുമായി നിർമ്മാണ കരാർ ഒപ്പിടുന്നത് വൈകിയതോടെ നടപടികൾ നിർത്തിവെക്കുകയായിരുന്നു. എന്നാൽ അന്ന് മൂല്യം നിശ്ചയിച്ച കെട്ടിടങ്ങൾക്കും മറ്റു നിർമ്മിതികൾക്കും അവയുടെ കാലപ്പഴക്കം കണക്കാക്കി നഷ്ടപരിഹാര തുക കുറയ്ക്കണമെന്ന നിർദ്ദേശമുയർന്നതോടെ ദേശീയപാത ഭൂമി ഏറ്റെടുക്കൽ വിഭാഗം തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ പുനർമൂല്യനിർണ്ണയം തുടങ്ങി. ആകെ 24 വില്ലേജുകളിൽ നിന്നായി 300 ഹെക്ടറിലധികം ഭൂമിയാണ് ഔട്ടർ റിംഗ് റോഡിനായി ഏറ്റെടുക്കേണ്ടത്. 3D വിജ്ഞാപനം പുറത്തിറങ്ങിയ 100 ഹെക്ടർ ഒഴികെയുള്ള ഭൂമിയുടെ ആദ്യഘട്ടം ഏറ്റെടുക്കുന്നതിനായി പ്രാഥമിക വിജ്ഞാപനമായ 3A പ്രസിദ്ധീകരിക്കാൻ ഭൂമി ഏറ്റെടുക്കൽ വിഭാഗം ദേശീയപാത അതോറിറ്റിക്ക് കൈമാറി. കിളിമാനൂർ, കൊടുവഴന്നൂർ, നഗരൂർ, പുളിമാത്ത്, വിളപ്പിൽ, വെങ്ങാനൂർ, മാണിക്കൽ, പുല്ലമ്പാറ, കുളത്തുമ്മൽ, ബാലരാമപുരം, പള്ളിച്ചൽ വില്ലേജുകളിലെ 100 ഹെക്ടർ ഏറ്റെടുക്കലാണ് അവസാന ഘട്ടത്തിലെത്തിയത്. എന്നാൽ പുനർമൂല്യനിർണ്ണയ നിർദ്ദേശം വന്നതോടെ ഏറ്റെടുക്കൽ വൈകി. ഇതോടെ രേഖകൾ വിട്ടു നൽകിയ ജനങ്ങൾ സമരസമിതി രൂപീകരിച്ച് പ്രതിഷേധം തുടങ്ങി. ഏറ്റെടുക്കുന്ന സ്ഥലങ്ങൾക്കുള്ള നഷ്ടപരിഹാരം ഉടൻ നൽകണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ വസതിയിലേക്ക് സമരസമിതി മാർച്ച് നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം മന്ത്രിയുമായി ചർച്ച നടന്നെങ്കിലും പരിഹാരമായിട്ടില്ല. ജനം, തിരുവനന്തപുരം.